ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് നല്ല കൊഴുത്തിരിക്കുന്ന പച്ചടീൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ വെള്ളരിക്കനെ കൊണ്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകരം കുമ്പളങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. സെയിം റെസിപ്പിയാണ്, പക്ഷേ കുമ്പളങ്ങയോ പച്ചടിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ വെള്ളരിക്കൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അത് നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക തിന്നായിട്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും പിന്നെ ഒരു 3-4 പച്ചമുളകും ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ അത്ര മാത്രമേ വെള്ളം പാടുള്ളൂ, കാരണം വെള്ളരിക്ക വെന്ത് വരുമ്പോൾ നല്ലോണം വെള്ളം വരും. അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് 1 വിസിലിന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, ഞാൻ കൈയളവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അളന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് കേടോ അല്ലെങ്കിൽ യോഗട്ടോ, പുളിയില്ലാതെ കേടോ യോഗട്ട് എടുക്കുന്നതാണ് ബെസ്റ്റ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ കടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിന് അരപ്പിന് വെള്ളം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് വെള്ളരിക്ക വെന്തിട്ടുണ്ടാവും. ഈ വെള്ളം വേണമെങ്കിൽ അരപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് അരപ്പിന് വെള്ളം ആവശ്യമില്ല, നല്ലോണം അരന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞേക്കുക കേട്ടോ. അപ്പം എത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത ആ വെള്ളം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെള്ളരിക്ക കുക്ക് ചെയ്യുമ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ലൂസായി പോകും കറി. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വെള്ളം, ബാക്കി കുക്കറിലുള്ള വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കുക, ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു നോക്കിയപ്പോൾ അതിൽ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ കൂടുതൽ തിളപ്പിക്കാനൊന്നും പാടില്ല. ഇത് ഇരിക്കും തോറും ഇപ്പം കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഇനി ഇരിക്കും തോറും ഇത് കുറച്ചും കൂടി കട്ട് ചെയ്യാം, കാരണം ഇതിൽ കൂടുതൽ വെള്ളമില്ലല്ലോ, കേടും തേങ്ങയല്ലേ. അപ്പോൾ അത് ഇരിക്കും തോറും കുറച്ചും കൂടി കട്ട് ചെയ്യാം. ഇന്ന് ചൂടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം തിളപ്പിക്കാനോ കുക്ക് ചെയ്യാനും പാടില്ല. ഓക്കെ, ഇതിന് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുവ ആഡ് ചെയ്ത് കൊടുക്കുക. കടുവ ഒന്ന് പൊട്ടി വന്നാൽ 3 വറ്റൽമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല കൊഴുത്തിരിക്കുന്ന അടിപൊളി പച്ചടീൻ്റെ റെസിപ്പിയാണ്. ഈസി വേർഷനാണ്. ഞാൻ ഇതേപോലെ കുക്ക് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 പച്ചടിയും കൂടി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുക്കുംബർ പച്ചടി, പിന്നെ ഒന്ന് തക്കാളി പച്ചടി. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ. ഒരു 10 മിനിറ്റും വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത്ര ഈസിയാണ്. അപ്പം ഓണത്തിൻ്റെ എല്ലാ റെസിപ്പീസും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.